ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ആർക്കെങ്കിലും നല്ലൊരു സദ്യ കഴിക്കാനുള്ള കൊതി തോന്നുന്നുണ്ടോ? എങ്കിൽ വേഗം പൊക്കോളൂ പഴയിടം രുചിയിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് ആ ഇലയിൽ അവർ വിളമ്പി തരും കേട്ടോ. ആ ഉപ്പൊന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, അത് ലെഫ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ ഉപ്പുണ്ട്, പിന്നെ ആ 3 ഐറ്റം അച്ചാറുണ്ട്, അതുപോലെ പഴം, ചിപ്സ്, ഉപ്പേരി, വറ്റൽമുളക്, പിന്നെ എന്താണ് നമ്മുടെ 2 ഐറ്റം കിച്ചടി ഉണ്ട്, വെള്ളരിക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, ഫ്രൂട്ട്സ് വെച്ചൊരു മധുരക്കറി, സപ്ലിമെൻ്ററി ആയിട്ട് അതിനകത്ത് ഉണ്ണിയപ്പവും പരിപ്പുവടയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഉണ്ണിയപ്പം, പരിപ്പുവട. പിന്നെ അവരതിൻ്റെ ആ ഓർഡറിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിയലുണ്ട്, തോരനുണ്ട്, അതുപോലെ നമുക്ക് സോയാക്കറിയാണ്, ചിലപ്പോൾ നമുക്ക് വടക്കറിയും കിട്ടുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ ഇന്ന് അവർ തന്നിരിക്കുന്ന സോയാക്കറിയാണ് കേട്ടോ. അപ്പോൾ ആ സോയയുടെ മസാലക്കറി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ചോറ് വിളമ്പി, തൊട്ടുപിറകെ തന്നെ പരിപ്പ്, പപ്പടം, നെയ്യ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സദ്യ എന്ന് കൊതിച്ചിരിക്കുമ്പോൾ ചില സമയം കല്യാണം ഒന്നും ആരും വിളിക്കുന്നില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ നോക്കിയിരിക്കും അല്ലേ, ഒരു കല്യാണമൊക്കെ വിളിച്ചെങ്കിൽ ഇപ്പോൾ ഒരു സദ്യയൊക്കെ കഴിക്കാമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കൊതി വന്നാൽ നമുക്ക് വേഗം ഇവിടെ വന്ന് കഴിക്കാൻ കേട്ടോ. ഇവിടെ എല്ലാം അത്യാവശ്യം ഉണ്ട്. ഇത് ഈ മഞ്ഞ കളറിൽ ഇരിക്കുന്ന കപ്പയല്ല കേട്ടോ, അത് കേസരിയാണ്. അങ്ങനെ നമ്മുടെ സദ്യയുടെ ഒരു പകുതി ഭാഗം കഴിഞ്ഞ കേട്ടോ. ഇനി അടുത്ത ചോറ് സാമ്പാറും കൂട്ടിയൊരു ഊണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താണ് അടപ്പായസമാണ് വന്നത്. അടപ്പായസവും പഴവും കൂട്ടി കഴിക്കാൻ കേട്ടോ. പിന്നെ ഗോതമ്പ് പായസമുണ്ട്, പിന്നെ തൊട്ട് പുറകെ ബോളിയും, അതുപോലെ തന്നെ പാൽപ്പായസവും വന്നു. ലാസ്റ്റ് പുളിശ്ശേരി കൂട്ടി ഊണ്. അത് കഴിഞ്ഞിട്ട് മോര്, രസം വേണമെന്നുള്ളവർക്ക് രസം. അപ്പോൾ ഈ ഒരു സദ്യയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 260 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും, ഇങ്ങോട്ട് കഴിക്കാൻ വരുന്നെങ്കിൽ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് തന്നെ വരണം. അപ്പം എങ്കിൽ നമുക്ക് രുചിയുള്ളൊരു നല്ല സദ്യയും കഴിച്ചിട്ട് പോവാം. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്രീവരാഹം റോഡാണ് കേട്ടോ. അട്ടക്കുളങ്ങര ശ്രീവരാഹം റോഡിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.